Okay. So yesterday we saw about what is a block code, non-singular code, uniquely decodable code, and instantaneous code, and also optimal code. ഇതെല്ലാം എന്താന്ന് ഓർമ്മയുണ്ടോ? ബ്ലോക്ക് കോഡ് നമ്മൾ സിമ്പിൾ ആയിട്ടൊരു കോഡ് എഴുതി 00011011. പിന്നെ നോൺ സിംഗുലർ കോഡ് എന്ന് പറയുന്നത് എന്താ? You will be able to uniquely identify each code word. എല്ലാ കോഡ്സും സെപ്പറേറ്റ് ആയിരിക്കും, കോഡ് വേർഡും സെപ്പറേറ്റ് ആയിരിക്കും. ഓരോ സിമ്പിളിന് ഓരോ കോഡ് വേർഡ് ആണ്. യുണീക്ലി ഡീകോഡബിൾ കോഡ് വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റണം. ഈ ഒരു കോഡ് വേർഡ് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ സിമ്പിൾസ് ഡീകോഡ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇൻസ്റ്റന്റേനിയസ് കോഡ് നമ്മൾ നോക്കിയായിരുന്നു. ഇൻസ്റ്റന്റേനിയസ് കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റിസീവറിൽ ആദ്യത്തെ സിമ്പിൾ റിസീവ് ചെയ്യും, ആദ്യത്തെ ബിറ്റ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റണം ഈ വേർഡ്, ഈ കോഡ് വേർഡ് ഈ സിമ്പിളിൻ്റെതാണ്. ഓർ ഒരു സീക്വൻസ് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പ്രീഫിക്സ് കോഡും നമ്മൾ നോക്കിയായിരുന്നു. പ്രീഫിക്സ് എന്ന് പറയുന്നത് ഒരു വേർഡ്, ഒരു കോഡ് വേർഡ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ദ in the front part of any other code word. നമുക്കൊന്നുകൂടെ നോക്കാം. So this is what we saw yesterday till instantaneous codes. നോക്കിയായിരുന്നോ അല്ലേ? Okay. So okay, now we'll see what is prefix code also a little bit more. So let us take x as the code word. X equal to 0, 1, 1, 1, and this is also 1. Okay. So when j is equal to 1, the code is 0. Suppose 0 is the prefix for the word j equal to 2. J equal to 2, then the code is 0, 1. അല്ലേ? അപ്പൊ ഈ 0 ഇതിന്റെ പ്രീഫിക്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ j equal to 3, the code is 0, 1, 1. j equal to 4, the code is 0, 1, 1, 1. അപ്പൊ ഇതാണ് ഈ പ്രീഫിക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രീഫിക്സ് 0 ആണ്. ഈ x2, x3, x4 അതിന്റെ പ്രീഫിക്സ് 0, 1 ആണ്. x3, x4 അതിന്റെ പ്രീഫിക്സ് 0, 1, 1 ആണ്. പ്രീഫിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിട്ടേക്കുന്നത്. So these are the prefixes of code x. When j equal to 1, 2, 3, 4. മനസ്സിലായോ? പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? മുമ്പേ വരുന്ന സംഗതിയേ ഉള്ളൂ അതിന്റെ അർത്ഥം. Okay. Then test for instantaneous property or prefix property. A necessary and sufficient condition for a uniquely decodable code to be instantaneous is that no complete word of a code be a prefix of any other code word. അതായത് no complete word of a code, ഒരു code word should not come as a prefix of any other code word. Prefix എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാമല്ലോ, x4ന്റെ പ്രീഫിക്സ് 0, 1, 1, 1. ഓക്കെ. അപ്പം ഒരു നമ്മുടെ സിമ്പിൾസില് ഓരോ സിമ്പിൾസിനും കോഡ് വേർഡ് ഉണ്ടാവും. ഒരു സിമ്പിളിന്റെ കോഡ് വേർഡ് പോലും വേറൊരു സിമ്പിളിന്റെ കോഡ് വേർഡിന്റെ പ്രീഫിക്സ് ആയിട്ട് വരാൻ പാടില്ല. അതാണ് ടെസ്റ്റ് ഫോർ ഇൻസ്റ്റന്റേനിയസ് പ്രോപ്പർട്ടി ഓർ പ്രീഫിക്സ് പ്രോപ്പർട്ടി. ഓക്കെ. Then we have a mathematical derivation for testing the inequality property. So this derivation is called Kraft's inequality or Kraft-Macmillan inequality. So the result of that is summation of I equal to 1 to q r power minus li
L suffix I should be less than or equal to 1. ഇപ്പൊ ഇതില് R എന്ന് പറയുന്നത് A array code ആണ്. അതായത് ബൈനറി ആണെങ്കിൽ R 2 ആയിരിക്കും. 3 വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളിനെ റെപ്രസെന്റ് ചെയ്യാൻ അത് ട്രിപ്ലെറ്റ്, if you are using a triplet, R ന്റെ വാല്യൂ 3 ആയിരിക്കും. 4 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ആയിരിക്കും. So this depends on the number of elements you are using to represent a symbol. Okay, R is the number of different symbols used in the code alphabet X. Okay, മനസ്സിലായോ R എന്താന്ന്? ബൈനറി ആണെങ്കിൽ R 2 ആയിരിക്കും. ഇപ്പൊ 0 1 2 3 ഇത്രയും യൂസ് ചെയ്ത് നമ്മൾ സിമ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ R ന്റെ വാല്യൂ 4 ആയിരിക്കും. Okay, then L represents the length of the code word. Length, word length in binary digits of the code word corresponding to the ith source symbol. Ith source symbol ആണ് L ന്റെ length ആണ് Li എന്ന് പറയുന്നത്. And Q is the number of source symbols. Okay, so summation of I equal to 1 to Q, R power minus Li is less than or equal to 1. So this is the Crafts inequality. When you work out a problem, it will become clear. Okay, so first we'll see the proof for this. Or first we'll work out a problem, then we'll go to see the proof. Okay. So we have a code here, code F. We'll work out one problem, then we'll do the proof, and then we'll do the remaining thing. So source symbols S1, S2, S3, S4, and the code F is given as 00, 01, 10, 11. So this is in binary, isn't it? So since this is in binary, value of R will be 2. And you can see the length of each code word. Length of each code word എത്രയാ? 2. So L1 equal to L2 equal to L3 equal to L4. എല്ലാത്തിന്റെയും length 2 ആണ്. Okay. So, and Q is 4. Q is the total number of symbols, that is 4. So summation of I equal to 1 to Q, 2 power minus Li will be 2 power minus 2 plus 2 power minus 2 plus 2 power minus 2 plus 2 power minus 2. And the answer will be equal to 1. 1 by 2 alle. 1 by 2 square. So that will be equal to 1. So this satisfies Crafts inequality. So you can construct a code instantaneous. It is possible to construct an instantaneous code satisfying the prefix property with this length. Okay. Then see the next problem. So here, since it is equal to 1, we cannot perfectly tell that the code F is instantaneous. We'll see the next problem. Code G. This is the calculate either. Code G the Craft inequality. I'll just hide this. ഇവിടെ L1 ന്റെ length 1 ആണ്. L2, L3, L4 length 3 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ?
Miss 0.875 ആണോ? Yes. You'll get 7 by 8, which will be equal to 0.875. So this is less than 1. So code G satisfies Kraft inequality. Okay. So this code will be, we'll be able to decode this code and it will be an instantaneous code. ഇത് മനസ്സിലായോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? Kraft's inequality check ചെയ്യുന്നത്. Yes, miss. Okay. Now we'll just see the derivation of that. Proof for that. Okay. So for proof, we take word lengths L1, L2 up to LQ and arrange that in the ascending order. L1 is less than L2 up to LQ. Okay. If we have to choose one length code words for all Q number of source symbols satisfying prefix property, we can do so only when Q is less than or equal to R. അതായത് one length code word നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ Q should be less than or equal to R. എന്നാലേ നമുക്ക് അത്ര എലിമെന്റ്സ് കിട്ടുള്ളൂ. അതായത് 3 സോഴ്സ് സിമ്പിൾസ് ഉണ്ട്, നമ്മൾ 3 എലിമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ 1 ലെങ്ത് ആണെങ്കിൽ Q ഷുഡ് ബി ഈക്വൽ ടു R അല്ലേ? ഫസ്റ്റ് എലിമെന്റിന് 1 കൊടുക്കും, സെക്കൻഡ് എലിമെന്റിന് 2 കൊടുക്കും, തേർഡ് എലിമെന്റിന് 3 കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരുമോ? ഇപ്പൊ 1 ലെങ്ത് കോഡ് വേർഡ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് സോഴ്സ് എമിറ്റ് സിമ്പിൾസ് S0, S1, S2 അങ്ങനെ സിമ്പിൾസ് എമിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഓരോ സിമ്പിളിനും 1 ലെങ്ത് കോഡ് വേർഡ് കൊടുക്കണമെങ്കിൽ what should be the value of R? R should be equal to Q അല്ലേ? ഓരോ എലിമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണം ഓരോ സിമ്പിളിനും. അതായത് ഇപ്പം 2 സോഴ്സ് സിമ്പിൾസ് ഉണ്ടെങ്കിൽ ഓരോ സിമ്പിളിനും നമുക്ക് കോഡ് ലെങ്ത് 1 ആണെങ്കിൽ ഒരെണ്ണത്തിന് നമ്മൾ 0 കൊടുക്കും, ഒരെണ്ണത്തിന് 1 കൊടുക്കും അല്ലേ? അപ്പൊ 3 സിമ്പിൾസ് ഉണ്ടെങ്കിൽ S0, S1, S2 3 സിമ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ 3 എലിമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ ഒരെണ്ണത്തിന് 0 കൊടുക്കാം, ഒരെണ്ണത്തിന് 1 കൊടുക്കാം, ഒരെണ്ണത്തിന് 2 കൊടുക്കാം. ഓക്കെ, അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, സോ if Q is greater than R, Q less than or equal to R ആണെങ്കിൽ നമുക്ക് ഓരോ സിമ്പിൾസ് കൊടുക്കാൻ പറ്റും. If Q is greater than R, then we have to go for combinations of R symbols to form instantaneous code words. Okay, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? നമ്പർ ഓഫ് സിമ്പിൾസ് കൂടുതലാണെങ്കിൽ you have to make combinations. ഇപ്പൊ 2 എലിമെന്റ്സേ ഉള്ളൂ റെപ്രസെന്റ് ചെയ്യാൻ, 0 and 1. 4 സോഴ്സ് സിമ്പിൾസ് ഉണ്ട്. You have to make combinations. Instantaneous code create ചെയ്യാനായിട്ട്. So let Ni represent the number of messages encoded into code words of length I. Okay, Ni represents the number of messages encoded into code words of length I. Then we have for I equal to 1, Ni should be less than or equal to R. Okay, that is for I equal to 1, Ni should be less than or equal to R. And for I equal to 2, for I equal to, when we come to I equal to 2, that is the second code word, we have already used up some of the code words for the first symbol. So you have to subtract that from R. So for I equal to 2, N2 should be less than or equal to R minus N1 into R. മനസ്സിലാകുന്നുണ്ടോ? So N2 should be less than or equal to R square minus Ni into R.
So the same procedure can be followed. For n3, you have to subtract this r square minus n1r. R square minus n1r minus n2 into r. That will be for n3 into r. Then if you continue like that and expand that, when you expand this, it becomes r cube minus n1 r square minus n2 r. So if you follow the same procedure, for ni, it will be r power I n1 into ri minus 1 minus n2 into ri minus 2. The last term will be ni minus 1 into r. Okay. So you can just bring all these terms to the other side of the inequality. If ni is less than or equal to, you bring all these terms to this side, and only ri remains on the right hand side. Okay. So ni plus ni ri minus 1 plus n2, this is n1 ri minus 1, n2 ri minus 2. Like that, the last term will be ni minus 1 r, which is less than or equal to ri. Now we have to make this side as 1. So that is our inequality. So you multiply by r power minus 1, r power minus I. So this will be the result of the multiplication. So ni r power minus I plus n1 r power I minus 1 plus n2 r power I minus 2. Like that, you will have r power minus of I minus 1. Now you can reverse the order of this. Writing the above in reverse way, we get, let us keep the first term as such, ni r power minus I. Then reverse this order. ni minus 1 r power minus I minus 1. So the last term will be, just reverse and write this. Last term will be this one, n1 r power minus 1. Will be less than or equal to 1. Now you can write this as, say, m equal to 1 to I, nm r power minus 1 minus m is less than or equal to 1. Okay. The same thing, you can split and write it as r power minus 1, r power minus 1 for n1 terms. When m is 1, then for n2 terms, r power minus 2, that is code words of length 2, minus 2. Likewise, you can include as many terms as you require till, say, r minus I, and this should be less than or equal to 1. Manslayo? You're just splitting this and writing. Yes, miss. Then you are taking the summation of that and just grouping together, since n1 plus n2 plus n3 up to ni is nothing but the total number of symbols q. So we can write this as I equal to 1 to q r power minus li is less than or equal to 1. So this is the proof of the theorem. Not theorem, inequality. Okay. Then we have worked out this problem now. Like that, you can work out the remaining problems also. And you have more problems here. Just work out this and see
Just work out two of these problems. Work out code K and code L. See what you get. Answer കിട്ടുമ്പോ പറയണേ. This code Kയുടെ value 0.96875 ആണോ? നോക്കട്ടെ. ഈ ആൻസർ തന്നിട്ടില്ലേ? 0.9 ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആണ് കോഡ് കെ. കോഡ് എല്ലോ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയേ. കോഡ് കെ ബാക്കിയുള്ള കോഡ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. Now we'll see how to draw the decision tree or code tree. Okay. This one. Just remove. രണ്ടാമത്തെ എത്ര വരുന്നുണ്ട്? ചെയ്തോ? 1. 1 ആണോ? അത് 1 മേളിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. Code L is not instantaneous എന്നാ പറഞ്ഞേക്കുന്നേ. So it should be greater than 1, I think. വേറെ ആരെങ്കിലും ചെയ്തോ? ഈ ചെയ്യുന്നത് ആരായിരുന്നു? ഓക്കെ, എല്ലാരും ചെയ്യണം കേട്ടോ. ബാക്കി എല്ലാരും അവിടെ ഉണ്ടോ? അതോ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. പതിനേഴ് പേരെ ഉള്ളൂ. 2 ക്ലാസ്സും കൂടെ കൂടിയാണ് 17 പേര്. ഇതെല്ലാം ക്ലാസ് തുറക്കുമല്ലോ, നോക്കാം. ഓക്കെ, നമുക്ക് ഇനിയും കോഡ് വേർഡും കൂടെ നോക്കാം. So the code word for K is, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. K0 10 110 1110 1111. ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഇത് ഇൻസ്റ്റന്റേനിയസ് ആണ്. കാരണം എന്താ? No code is coming as the prefix of any other code. അല്ലേ?
So you can say, by looking at the code itself, you can tell that this is a instantaneous code. ഇത് നോക്കുവാണെങ്കിൽ നോക്കുമ്പോൾ തന്നെ പറയാം it's not instantaneous. ഇതും പറയാം. ഇത് പറയാൻ പറ്റില്ല. ഇത് നോക്കുമ്പോൾ പറയാം കാരണം 0 ഇതിന്റെ എല്ലാം പ്രീഫിക്സ് ആണ് അല്ലേ? So ഇത് രണ്ടും instantaneous എല്ലാം നമുക്ക് നോക്കുമ്പോൾ തന്നെ പറയാം. Okay, now we will see how to draw the decision tree for this. So the decision tree is start. This is the initial state S. Initial state in the point is that from here you have 0 and 1. Okay. Appo S1 nu parayunnathu 0 aanu. So when you go along this route, you get S1. This is one terminal point S1. Okay. Pinne രണ്ടാമത്തെ symbol എന്താണ്? 1 0 ആണ്. So you travel along 1. അടുത്ത decision point വരുമ്പോൾ this also should have a 0 and 1. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ എലിമെന്റ്സില് കോഡിംഗ് എലിമെന്റ് 0യും 1ഉം ഉണ്ട്. അപ്പൊ ഓരോ ഡിസിഷൻ പോയിന്റിൽ നിന്ന് നമ്മൾ 0യും 1ഉം വരയ്ക്കണം. 0യും ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ഒരു ട്രീ പോലെ വരച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റിൽ നിന്ന് 0 and 1 നമ്മൾ വരച്ചു. ഓക്കെ, 0 and 1 വരച്ചു. പിന്നെ അടുത്ത ഡിസിഷൻ പോയിന്റിൽ നിന്ന് പിന്നെയും 0യും 1ഉം വരച്ചു. അടുത്ത ഡിസിഷൻ പോയിന്റിൽ നിന്ന് പിന്നെയും 0യും 1ഉം വരച്ചു. നമ്മൾ കുറച്ച് ഡിസിഷൻ പോയിന്റ്സ് ഇങ്ങനെ വരച്ചു വെച്ചേക്കുക അല്ലെ? നമുക്ക് 5 സിമ്പിൾസ് ഉണ്ട്. സോ നമ്മൾ 5 ഡിസിഷൻ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും വരച്ചേക്കുന്നത്. ഇനി നമ്മുടെ ഈ പോയിന്റ്സ് ആണ് ടെർമിനൽ പോയിന്റ്സ് എന്ന് പറയുന്നത്, എൻഡ് പോയിന്റ്സ്. അപ്പൊ നമ്മുടെ S1ന്റെ സിമ്പിൾ എന്താണ്? കോഡ് വേർഡ് എന്താണ്? S1 സിമ്പിൾ ആണ്. കോഡ് വേർഡ് എന്താണ്? 0. അപ്പം 0യുടെ എൻഡിൽ ഈ ഒരു പാത്തി പോകുമ്പോൾ 0 അല്ലേ ഉള്ളൂ. സോ യു പുട്ട് S1 ഹിയർ. മനസ്സിലായോ? S2 എങ്ങനെയാണ്? 1 0. So 1 0. This will be S2. S3 എന്ന് പറയുന്നത് 1 1 0. So this is S3. S4 എന്ന് പറയുന്നത് 1 1 1 0. This is S4. S5 എന്ന് പറയുന്നത് 1 1 1 1. So this is S5. കോഡ് ട്രീ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായി. So like that you can draw the code tree for the remaining codes shown in this example. ഈ code L, code M, code N. You can draw the code tree for those 3 codes. കാണിച്ചിട്ടുണ്ട്. You can try to draw the code tree. Then you can do this as a homework. Which of the following sets of word links specified in table 3.8 are acceptable for the existence of an instantaneous code given x equal to 0, 1, 2? അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നേ? ക്രാഫ്റ്റ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ R-ന്റെ വാല്യൂ എത്രയാ? 4. എത്രയാ? 4. 2 അല്ല 3 വരും. കാരണം 3 എലിമെന്റ്സ് ഇല്ലേ ഇവിടെ? 0 1 2.
സാധാരണ നമ്മൾ 0യും 1ഉം അല്ലേ എടുക്കാറുള്ളൂ സിമ്പിളിന് അല്ല എലിമെന്റ്സിന് സിമ്പിൾ റിപ്രസെന്റ് ചെയ്യാനുള്ള എലിമെന്റ്സിന്. ഇവിടെ 0, 1, 2 ഉണ്ട്. സോ R വിൽ ബി 3. പിന്നെ ഇത് കോഡാണ്. നമ്പർ ഓഫ് വേർഡ്സ് ഓഫ് ലെങ്ത് L1. വേർഡ് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോഡില് വേർഡ് ലെങ്ത് 1ന് 2 കോഡുണ്ട്, 2 കോഡ് വേർഡ്സ് ഉണ്ട്. വേർഡ് ലെങ്ത് 1 ഉള്ള 2 കോഡ് വേർഡ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈക്വേഷൻ എങ്ങനെ വരും? R 3 ആണ്. 3 പവർ L1 1 ആണ് ഇവിടെ. 3 പവർ -1 ഉള്ള 2 കോഡ് വേർഡ് ഉണ്ട്. പ്ലസ് 3 പവർ -1 ഓർ 2 into 3 പവർ -1. മനസ്സിലായോ? പ്ലസ് 1 into 3 പവർ -2 അല്ലേ? പ്ലസ് 2 into 3 പവർ -3 plus 4 into 3 power -4 plus 1 into 3 power -5. So this will be the Craft inequality expansion for code P. The value എത്ര വരുന്നുണ്ടോന്ന് നോക്കാം. Less than 1 ആണെങ്കിൽ you can construct a instantaneous code. Greater than 1 ആണെങ്കിൽ it is not possible to construct a instantaneous code. അപ്പോൾ ഇത് homework ആയിട്ട് ചെയ്തേരെ. Okay? Okay, Mr. Okay, then we'll stop today. Tomorrow also we'll have class in the evening. Okay then. Thank you, Miss. Thank you. Good night. Good night, Miss. Thank you, Miss.